രാഷ്ട്രീയ കാര്യത്തിലെ ഒരു പാർട്ടിയുടെ ചുമതലയൊക്കെ വഹിക്കാനും പല പ്രാവശ്യം അടിയും വെട്ടും കുത്തും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഒരു ബന്ധുക്കോസുകാരുടെ യോഗം നടക്കുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബന്ധുക്കോസുകാരുടെ യോഗമാകുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു പോകാൻ പറഞ്ഞു. ദൈവം സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വായിച്ചാൽ ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ സംസാരിക്കും. അപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച നീ ബന്ധുക്കോസിൽ പോകാനാ താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇപ്പം തന്നെ നീ അങ്ങ് പോക്കോ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഡോറടച്ചു. ഇരിക്കുമ്പോൾ അങ്ങനെ ഇച്ചിരി പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സ്നാനപ്പെടണമെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ വെളിയനായിട്ട് കൊണ്ട് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം ദേശത്ത് സാക്ഷിയാകാൻ. അപ്പം തമ്പിച്ചാൻ പറഞ്ഞു, ഇപ്പം നീ അങ്ങോട്ട് ചെല്ലാക്കി അവരെല്ലാം കൂടെ കല്ല് പെറുക്കി നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പം നമ്മുടെ തലയിലോട്ടുള്ള കരികിലൂടെ പെറുക്കിയിടും അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു ആറ്റിലാണ് സ്നാനപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നത്. ഇത് 1982 തന്നെയാണ്. 82 ഒക്ടോബറിലാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പിച്ചാൻ്റെ അടുക്കിലേക്ക് പോയി. ഡിസംബർ ആയപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. 82 തന്നെയാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞേച്ച് തമ്പിച്ചായനെ വീട്ടിലേക്ക് അറിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അയലോക്കത്തൊരു പെന്തിക്കോസുകാർ ഫാമിലിയുണ്ട്, വേറൊരു പെന്തിക്കോസ് ഫാമിലിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ തമ്പിച്ചാൻ്റെ ഒരു ആവശ്യത്തിനോ എന്തിനോ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് തമ്പിച്ചാൻ അവിടെ വന്നെന്നറിഞ്ഞുകൊണ്ട് ഭയങ്കര പ്രയാസമുണ്ടാക്കി. അവസാനം എൻ്റെ ഫാദർ ഒരു കടാരിയൊക്കെ എടുത്തുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, നീ ഇറങ്ങി വന്നാൽ നിന്നെ കുത്തും കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാനിടയത്ത്. അപ്പോൾ ആളും പേരും എല്ലാം കൂടി നാട്ടിലൊരു ചുറ്റുപാടും എല്ലാം കൂടി കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞപ്പം നാട്ടുകാർ ചോദിച്ചു, നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് നേരെ നിർത്താനായിട്ട് കഴിയത്തില്ലെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ പുറകെ എന്തിനാണ് നിങ്ങൾ മെനക്കെടാനായിട്ട് പോകുന്നതെന്നൊക്കെ എന്തോ പറഞ്ഞ് പപ്പായ ഒരു വിധത്തിൽ അവരെ അനുനയിപ്പിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ആ പോയ പരുവത്തിനാണ് തമ്പിച്ചാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഇടയായി തീർന്നു. അന്നൊക്കെ സുവിശേഷത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങുമ്പോൾ വളരെ പീഡകൾ സഹിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്രമാത്രം പീഡയുണ്ടോ എന്നത് സംശയകരമാണ്. എന്നാൽ അനുഭവിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാസ്റ്ററുടെ ജീവിത അനുഭവത്തിൽ കൂടി എന്താണ് അവരോടൊരു സന്ദേശം? അതിപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏകനായിട്ട് വീട് വിട്ട് ഇറങ്ങുകയും സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെടുകയും ചെയ്യുന്നവരോടുകൂടെ ദൈവത്തിനൊരു കൃപയുണ്ട്. കാരണം ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്നും വിശ്വസിക്കണം, ഓരോ കാലഘട്ടങ്ങളിലും കർത്താവ് കുറേ പേരെ വിളിച്ച് വേർതിരിക്കും. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് വിളിച്ച് വേർതിരിച്ചതുപോലെ ഞാൻ എനിക്ക് വേണ്ടി നിന്നെ കഷ്ടം സഹിപ്പാൻ തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ താല്പര്യമുള്ളതുപോലെ ഞാൻ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ദൈവിക താല്പര്യം ഉണ്ടായത് പീഡകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും പിന്മാറില്ല. അപ്പോൾ പാട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ ഹൃദയത്തിൽ വരും, മനസ്സിലായോ? അപ്പം ആ പാട്ടുകൾ നമ്മളെ, അത് വചനമാണെങ്കിലും പാട്ടിൽ കൂടെ ആണെങ്കിലും എന്നോട് ഒത്തിരി പാട്ടാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രയാസങ്ങളൊന്നും സാരമില്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ സ്നാനം കഴിഞ്ഞ് വീട്ടിലെ ഇതെല്ലാം കഴിഞ്ഞ് എതിർപ്പുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ അവിടെ പഠിക്കാനായിട്ട് അടുത്ത അവരുടെ കൂടെ കയറിയിരുന്നു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം. എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ മാത്രം അന്യഭാഷ പറയുന്നില്ല. അപ്പോൾ എനിക്ക് അഭിഷേകം കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് അന്ന് നീലമ്പേരിക്കാരൻ ഡോക്ടർ ബേബിച്ചാൻ എന്ന് പറയും, പിന്നെ പള്ളത്തറയിലെ ബേബിച്ചാൻ ഒരു വീട്ടുപേരങ്ങനാണ് നീലമ്പേരി. അപ്പോൾ ഡോക്ടർ ബേബിച്ചാനാണ് ഞങ്ങളുടെ ശുശ്രൂഷകൻ, ചങ്ങനാശ്ശേരിയിലെ ശുശ്രൂഷകൻ. അദ്ദേഹമൊക്കെ നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിശയമായി, ഇവരെന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ പരിശുദ്ധാത്മാവിനെ എനിക്കൂടെ തരണമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങളുടെ സംശയമാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാപമാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തെങ്കിലും പാവമാണോ എന്നോട് ക്ഷമിക്കണം, എന്നെ ബോധ്യപ്പെടുത്തി തരണം. അപ്പോൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാത്ത ഒരു അനുഭവം അതിനോടുള്ള ബന്ധത്തിൽ പറയാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് പോയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്ക് ഞാൻ പല പ്രാവശ്യം ചെന്നത് കുറേ ട്രാക്റ്റും കൊണ്ടും ആണ് ആദ്യം ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ട്രാക്റ്റ് കൊണ്ട് ഞാൻ ആദ്യം വീട്ടിൽ ചെന്നപ്പം എന്നെ കണ്ടുകൊണ്ട് അമ്മ പെരയ്ക്കകത്ത് കയറിയിരുന്നു ആരംഭ സമയത്ത്. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാം നോക്കിയിട്ട് ആരെയും കാണാഞ്ഞപ്പോൾ അപ്പുറത്തുകാരോട് ചോദിച്ചു,
ഞങ്ങളുടെ അമ്മയൊന്നും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങളുടെ അമ്മ പെരയ്ക്കകത്തുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കുമ്പം തന്നെ ഉണ്ട് ഇവിടെ ഒരു ശബ്ദം കേട്ടു, കൊണ്ടുപോടാ ഇതല്ല ഇവിടെ നിന്നും പറഞ്ഞ് എൻ്റെ ബൈബിളും ട്രാക്ടറും എല്ലാം കൊണ്ട് എടുത്ത് അമ്മ ദൂരോട്ട് എറിഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വന്ന് ബൈബിൾ എടുത്തു, അത് കഴിഞ്ഞ് ട്രാക്ടറെല്ലാം പെറുക്കിയെടുത്തു. അന്നേച്ച് ഞാൻ തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച യെരൂശലേമിൽ സാക്ഷിയാകണമെന്നുള്ള ഒരു വാക്യം മനസ്സിൽ കയറിയത് കൊണ്ടാണ് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടവും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകണം എന്നുള്ളത്. പിറ്റേ ആഴ്ച ഞാൻ ഒരു ഹാൻഡ് മൈക്കും കൊണ്ടാണ് വന്നത്. പിറ്റേ ആഴ്ച ഒരു ഹാൻഡ് മൈക്കും കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ എല്ലാം വിളിച്ച് പറയാൻ തുടങ്ങി, മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ. അപ്പോൾ അമ്മ വലിയൊരു പത്തലും എടുത്തുകൊണ്ട് വന്നു, പോടായി വിടുന്നു, കൊണ്ടുപോടായി കുന്തവും കൊണ്ട്, നീ ഞങ്ങളുടെ അടുക്ക ശല്യം ചെയ്യാൻ വന്നിരിക്കുകയാണല്ലോ, നീ എവിടെയെങ്കിലും പോടാ എന്ന് പറഞ്ഞ് പോകുമ്പം പറഞ്ഞു, ആദ്യം യെരൂശലേമിൽ തുടങ്ങണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഹാൻഡ് മൈക്ക് വിളിച്ചുകൊണ്ട് അതിലെല്ലാം വാക്യം വിളിച്ചു പറയും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ട്രാക്ടർ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ അവിടെ തന്നെ വരും. അത് എൻ്റെ മനസ്സിൽ ആദ്യം യെരൂശലേമാണ്. അപ്പോൾ ഓരോ വീട്ടിൽ കൊടുക്കുമ്പോൾ ചുരുട്ടി എന്നെ എറിഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോടാ ഇവിടെ നിന്നും പറഞ്ഞ്. പക്ഷേ എനിക്കൊരു മടിയോ നാണോ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ചില സംഭവങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തമ്പിച്ചാൻ്റെ ഭാര്യ മറിയാമ്മയാൻ്റി വന്ന ഒരു യോഗം നടത്തി. ഞങ്ങൾ പറഞ്ഞ അയൽവക്കത്തൊരു ബന്ധുക്കോസ് കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഞങ്ങൾ പണ്ട് ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ ശല്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്യഭാഷയുടെ രീതിയിൽ അവർ അന്യഭാഷ പറയുമ്പോൾ പുറത്തിരുന്നുകൊണ്ട് പച്ചല പഴുത്തല തേണ്ട് വരുന്നതെന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ജനലിൽ ഇടിച്ച് അവർ ജനൽ കുറ്റിയിട്ടിട്ട് ജനലെ തട്ടി ശബ്ദം ഉണ്ടാക്കി ഭയങ്കര ശല്യം ചെയ്ത സന്ദർഭങ്ങളുണ്ട്. കാനോച്ച ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനും ഞങ്ങളുടെ ചെറുപ്പക്കാരെല്ലാം കൂടെ അദ്ദേഹം അവരല്ലേലിയോ പറയുമ്പോൾ ഇപ്പോഴൊന്ന് കൂവിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധിക്കോസിനൊരു എതിരുകാരനായിരുന്നു ഞാൻ. കാരണം പൗലോസ് പറഞ്ഞ പോലെ പള്ളിയുടെ ഒരു ഭക്തനുമായിരുന്നു, പള്ളിയിലെ കാര്യമാണ് വലുതെന്നുള്ള ചിന്താധികാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബന്ധിക്കോസുകാർക്ക് എതിരായിട്ട് കാനോച്ചം വന്നപ്പം കൂവിയിട്ടുണ്ട്. മറിയാമ്മേൻ്റെയൊക്കെ വന്ന സമയത്ത് അവർ അന്യഭാഷ കളിയാക്കി ശല്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ അവർക്ക് ചാണകം കലക്കി ഒഴിക്കണമെന്ന് വിചാരിച്ച് പള്ളിയുടെ അവിടെ മറിഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ചിലർ പറഞ്ഞു വേണ്ട, മോശമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ചെയ്യാത്ത. കാരണം പെന്തിക്കോസ് നമുക്കന്നൊരു എതിരാണ്. നമ്മുടെ ചിന്താഗതി നമ്മുടെ ജ്ഞാനായ സമുദായമാണ് വലുതെന്നും അതിൻ്റെ ആചാരാനുഷ്ഠാനമാണ് വലുതെന്നും. കാരണം ഞങ്ങളന്ന് പാത്രികീസ് ബാബയൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യായ മറക്കില്ല എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ്. കാരണം ജീവിതത്തിനകത്ത് പള്ളിയും സമുദായങ്ങളും ആചാരങ്ങളും എല്ലാം വലുതാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ മാനസാന്തരം വന്നതിന് ശേഷം എനിക്ക് വചനത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആചാരങ്ങളും ഈ പാട്ടുകളും വചനവും കൂടെ തുലനം ചെയ്തപ്പോഴാണ് വചനമാണ് ശക്തിയുള്ളതെന്നും വചനമനുസരിച്ചാലേ പോകത്തുള്ളെന്നുള്ള ബോധ്യം വന്നു. അപ്പോൾ ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞപ്പം അങ്ങനെ അതുകൊണ്ടാണ് നാട്ടിൽ സ്നാനപ്പെടുത്താൻ ചെറിയ എതിർപ്പ് അവിടെ ഉള്ള സമയം. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ അവിടുത്തെ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങളുടെ സംശയം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാപം. അപ്പം ഞാനവിടെ കുറേ ഇരുന്നുകൊണ്ട് ആലോചിച്ചപ്പം പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് പാപമുള്ളൂ എന്നൊരു ബോധം എൻ്റെ മനസ്സിലില്ല. കാരണം പിന്നെ മനഃപൂർവ്വം പാപം ചെയ്യാത്തത് കൊണ്ട് ആ പാപബോധം എനിക്കില്ല, കാരണം ഏറ്റു പറഞ്ഞെന്നുള്ള ബോധം. പക്ഷേ ഒരു ചിന്താഗതി, ഇനി അപ്പനും അമ്മയ്ക്കും പിണക്കം ഉള്ളതുകൊണ്ടാണോ എന്നുള്ളൊരു ചിന്താഗതി വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് വാതിൽക്കൽ ചെന്നിട്ട് പറഞ്ഞു, പപ്പ കയറാനും ഒന്നും വന്നതല്ല, എനിക്ക് പരിശുദ്ധാത്മാവിഷം പ്രാപിക്കണം, അപ്പം നിങ്ങൾക്ക് എന്നോട് പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടത്തില്ല, ക്ഷമ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു നീ എന്നാ പോലും പോയി പ്രായം ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞു. അവർക്കൊരു നാണക്കേട് പോലെ നമ്മൾ പിന്നെയും തിരിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ക്ഷമ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവനെ തിരിച്ച് യോഗ സ്ഥലത്ത് പോയി. അപ്പോൾ കാത്തിരിപ്പിയോ നടക്കുക. അപ്പോൾ കാത്തിരിപ്പിയോ നടക്കുന്ന സമയത്ത് ഞാനിരുന്ന് പിന്നെയും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുന്നില്ല. പിന്നെ ഓരോ ശനിയാഴ്ചയും കാത്തിരിപ്പിയോഗ. അപ്പോൾ പിറ്റേ ആഴ്ച അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നിൻ്റെ സംശയമായിരിക്കും കുഴപ്പം. അപ്പം ശരിക്കും പറഞ്ഞാൽ അവളെല്ലാവരും ആരാധിക്കുന്നുണ്ടെങ്കിലും ഈ ഓരോരുത്തരിരുന്ന് അന്യഭാഷ പറയുന്നതും ഈ അവരിരുന്ന് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണിറുക്കി നോക്കും. അവരുടെ അന്യഭാഷയും അവർ കൈയടിക്കുന്നതും ചാടുന്നതൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് എനിക്കൊരു സംശയം. അപ്പം ഞാൻ ഇത് ശരിയാണോ? കാരണം ചില സമയത്ത് അവർ കണ്ണു തുറന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്, അന്യഭാഷ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചിന്താഗതി കണ്ണുമങ്ങ് അടച്ചിരുന്ന് അന്യഭാഷ പറയുന്നതാണ് സത്യമെന്നൊക്കെയുള്ളൊരു ചിന്ത, ഒരു സംശയമൊക്കെ ഉണ്ടായത്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ എന്നെ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ കണ്ണടച്ചുകൊണ്ട് കർത്താവിനോട്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു,
ഇത് അന്യഭാഷ സത്യമാണെന്നും പരിശുദ്ധാത്മാവ് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എന്നെ കൂടെ നിറയ്ക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ണടച്ച സമയത്ത് നടന്ന സംഭവം ഇത് പറയുകയും ഞാൻ കണ്ണടയ്ക്കുമ്പം ഞാൻ കാണുന്നത് ഒരു വലിയ പൂന്തോട്ടമാണ്, മനോഹരമായൊരു പൂന്തോട്ടം. അത് ഞാൻ ഈ ഒത്തിരി രാജ്യങ്ങൾ യാത്ര ചെയ്ത ഒരാളാണ്. അന്നൊക്കെ പണ്ട് നമ്മുടെ മൈസൂറിലൊക്കെയാണ് വൃന്ദാവനം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട പൂന്തോട്ടം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്ര മനോഹരമായൊരു പൂന്തോട്ടത്തിൽ കൂടെ 3 പേര് നടക്കുക, പോകാൻ കാണത്തില്ല, അവർ മുന്നോട്ട് നടക്കുക. പക്ഷേ അവരുടെ വസ്ത്രമൊക്കെ എന്നെ തിളക്കമാണെന്നറിയാമോ, മനോഹരമായ തിളങ്ങുന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് നിൽക്കെ ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക, നിൽക്കേ ഞാനിവിടെ വരുന്നു. പറയുന്നത് അങ്ങനെയാണെങ്കിലും പക്ഷേ ഞാനിവിടെ അന്യഭാഷയാണ് പറയുന്നത്, ആത്മാവിലാണ് അന്യഭാഷ പറയുകയാണ്. ഞാൻ അവിടുന്ന് യോഗം തുടങ്ങിയപ്പം തന്നെ ഞാൻ ആത്മാവിൽ നിറയാൻ തുടങ്ങി. യോഗം തുടങ്ങി ഒരു പാട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ ആത്മാവിൽ നിൽക്കാമെന്ന് പറഞ്ഞ് തുടങ്ങി. അവിടുന്ന് ഇത് മണിക്കൂറുകൾ ആരാധന നടക്കുമ്പോഴല്ലേ ഞാൻ ഇവരുടെ പുറകെ നടക്കുക, നിൽക്കുമെന്നും പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് കാണാം, അവരെ എനിക്ക് കാണാം, എന്നെ എനിക്ക് കാണാം. അപ്പം ഞാൻ ചമ്പടക്കൂട്ടി ഇട്ടാൽ ഇങ്ങനെ കാലുമടക്കായി ഇരിക്കുന്നത്. എൻ്റെ ഭേദോസം എനിക്ക് കാണാം, എൻ്റെ വാച്ചിരിക്കുന്നത് കാണാം, എൻ്റെ അടുത്തിരിക്കുന്നവരെ എനിക്ക് കാണാം, പക്ഷേ എനിക്ക് അവരെയും കാണാം, രണ്ടും കാണാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ പ്രസംഗിക്കാൻ തുടങ്ങി, പാട്ട് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ പ്രസംഗിക്കാൻ തുടങ്ങിയെങ്കിൽ എനിക്കിതിനകത്ത് നിർത്താൻ മേല. ഞാനപ്പോൾ ഇങ്ങനെ കൈയടിച്ച് പാടിച്ചു, ഇങ്ങനെ കൈയടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ശക്തമായി കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവല്ലോ ആണ്, അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടില്ല എന്ന് അടുത്തിരിക്കുന്നവർ പറയുക. പക്ഷേ എനിക്ക് കൈ നിയന്ത്രിക്കാൻ മേല, കാരണം എന്തോ ഒരു പവറിലാണ് ഞാൻ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു, ഇവർക്കൊരു ശല്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു പരുവത്തിന് ഇങ്ങനെ കൈ കയറി പിടിച്ചു. കൈ പിടിക്കാൻ മേല എങ്കിലും ഞാൻ ബലം പിടിച്ച് കൈ പിടിച്ചു, അങ്ങനെ ശബ്ദം ഉണ്ടാക്കണമെന്ന് വെച്ച്. അപ്പോൾ ഇങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി, ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ മേലീഴ് കിടന്ന് ചാടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചിനൊക്കെ വേദന പോരും, കാരണം ഇങ്ങനെ കിടന്ന് ചാടിയപ്പോൾ ഞാൻ ഒരു കണക്കിന് ഇതൊന്ന് വിടിവിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ പറിച്ച പോലെ ഒന്ന് വിടിയിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ അന്യഭാഷ കഴിഞ്ഞ് കുറച്ചിങ്ങനെ അന്യഭാഷ പറയുന്നു, ഇതെല്ലാം എനിക്ക് കാണാം, സംഭവങ്ങളെല്ലാം എനിക്കറിയാം, പ്രസംഗം എനിക്ക് കേൾക്കാം, ഇവരെ എനിക്ക് കാണാം. ഞാൻ അവരോട് ഇടയ്ക്ക് പറയുന്നത് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം പാസ്റ്റർ പിന്നെ പറയുകയാണ്, രാത്രി 10 മണിയായി, ഇനി എനിക്ക് യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, എനിക്ക് യോഗം നിർത്തിയേ ഒക്കത്തുള്ളെന്ന് പറയുമ്പോൾ ഞാൻ ഏതോ ലോകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം, യോഗം നിർത്തണ്ടായിരുന്നു. കാരണം ഞാൻ അവിടുന്ന് പോരുകയാണ്, അവരുടെ അടുക്കൽ നിന്ന് താഴോട്ട് പോരുകയാണ്. താഴോട്ട് പോന്ന് ഞാൻ ആ യോഗം നിർത്താൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ താഴെ അടുത്ത ലോകത്തിലേക്ക് വന്ന് നമ്മുടെ നാച്ചുറൽ സ്ഥലത്തെത്തി. അപ്പം ഡോക്ടർ ബേബിച്ചാൻ അവിടെ നിന്നോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പുതിയ അനുഭവങ്ങളോ കണ്ട കാഴ്ചപ്പാടോ വല്ലതും ഉണ്ടെന്ന് തന്നെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 3 പേരെ കണ്ട് അവരോട് നിൽക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം ഡോക്ടർ ബേബിച്ചാൻ പറഞ്ഞു, നീ 5 വിധത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞു, 5 ഭാഷകൾ പോലും പുള്ളിക്ക് തോന്നിയെന്ന് പറഞ്ഞു, മാറി മാറി പറയുന്നതായിട്ട്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഇവരോട് പറയുന്നത് ഓരോ ഭാഷകളിൽ കൂടെയാണ് പറഞ്ഞത്, ഡോക്ടർ ബേബിച്ചാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളെ കുറ്റമായിട്ട് പറയരുത്, നിങ്ങൾ പറഞ്ഞത് ശരിയായ ആത്മാവാണോ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു, ഞാൻ ഈ ബൈബിളിൻ്റെ മുമ്പിൽ കിടന്ന് ചാടിയതല്ല എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞിട്ടിരുന്നു. സാക്ഷ്യം പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അന്യഭാഷ നിർത്താൻ മേല, എന്നെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. ചുടപ്പല പല ശന്തര പരവർ ഓഷ്യാന്തരാജകന എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ നടക്കുന്നത്, അത് നീ കേൾക്കണം അടുത്ത് അതിൻ്റെ അനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അവസാനം യോഗം കഴിഞ്ഞു, എല്ലാവരും ബൈബിൾ സ്കൂളാണ്, കഞ്ഞി കുടിക്കാൻ പോയിരിക്കുക. കഞ്ഞി കുടിക്കാൻ പോയിട്ട് വിളമ്പിയെല്ലാം വെച്ചിട്ട് ഇത് വാരി കഴിക്കുന്ന ചിലപ്പോൾ കനക്കാതെ അരജന ഹസി അന്തര ബാമന് ഷംബലാല ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരത്തില്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ കിടക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പം അന്യഭാഷ പറഞ്ഞാൽ കുളിക്കുന്നത്. അവരിങ്ങനെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ നടക്കുന്നതും എല്ലാം അന്യഭാഷ പറഞ്ഞാണ് നടക്കുന്നത്, നിർത്താൻ പറ്റുന്നില്ല. അന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി സീരിയസാണ്, വേണമെങ്കിൽ പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോവാ, വീട്ടിൽ കയറ്റത്തില്ലല്ലോ, അപ്പം ഞാൻ വീട്ടിൽ പോവാ. ഞാൻ വീട്ടിലോ പോകുമ്പം ബസ്സേ ഇരിക്കുകയാണ്. ബസ്സേ ഇരുന്നിട്ട് ജല ബന ഹത്ത രമ കുത്തുല്ലു നിക്കുത്തൂരു സഭ ഹന്ന ഹസ്തി കര ജന അല്ലെങ്കിൽ ഇങ്ങനെ അന്യഭാഷ പറയുക. പണ്ടേ ഇരിക്കുന്നവരെല്ലാം എന്നെ നോക്കുക. പക്ഷേ എനിക്ക് നിർത്താൻ മേലേ, ഇപ്പം
നമ്മൾക്കിത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നിർത്താൻ മേല. ഞാൻ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ പൊട്ടി അങ്ങ് ഒഴുകുകയാണ്. ഈ ശൗല് 3 ദിവസം പ്രവചിച്ചെന്ന് പറഞ്ഞ പോലെയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് നിർത്താൻ മേല. ഞാനങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ വളരെ ക്രിറ്റിക്കലായിട്ട് കിടക്കുകയാണ്. അമ്മയ്ക്ക് എഴുന്നേറ്റിട്ട് 2-3 ദിവസമായി. അമ്മയ്ക്ക് ശരീരമെല്ലാം പൊട്ടി ഒരു അസ്വസ്ഥത ഉണ്ടായി കിടക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ കയറി ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ബൈബിളൊക്കെ എടുത്ത് വേദോസമൊക്കെ വലിച്ചെറിഞ്ഞത് അമ്മ ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിച്ചോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ മുട്ടുകുത്തി അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് അമ്മയുടെ ദേഹത്തോട്ട് കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. 2 ദിവസമായിട്ട് അമ്മ കിടന്ന അമ്മ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞോടം തന്നെ അമ്മ എഴുന്നേറ്റു. അപ്പോൾ അമ്മ എഴുന്നേറ്റ്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആളുകളെല്ലാം കാണാൻ വരിക. എന്നെയും വന്ന് അറിയിച്ചത് വന്ന് വേണേൽ കണ്ടു, അമ്മ മരിച്ചു എന്നുള്ള നിലയിലാണ് കണ്ടോളാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ആ വീട്ടിൽ അയൽവക്കക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, അമ്മയെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുക. ചില കഴിഞ്ഞപ്പോൾ കണ്ടു അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുക്കളയുടെ അവിടെ വന്ന് കസേര ഇട്ടിരിക്കുക. അപ്പോൾ ബേക്കുട്ടി എന്ന് അവിടുത്തുകാർ വിളിക്കും. അപ്പോൾ അമ്മയോട് ചോദിച്ചു, ബേക്കുട്ടി ഇപ്പം എന്നാണ്? കൊച്ചൻ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ദേഹത്തോട്ട് വലിയ തണുത്ത കാറ്റടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമുണ്ടായി, ഞാനങ്ങ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അത്ഭുതകരമായിട്ട് അമ്മ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് എനിക്ക് ചങ്ങനാശ്ശേരിക്ക് തിരിച്ചു പോകണമല്ലോ. പോരാനായിട്ട് തുടങ്ങിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വരാനൊരു പെർമിഷൻ അതിൽ കൂടെ കിട്ടി. അങ്ങനെ പെർമിഷൻ കിട്ടി. ഞാൻ തിരിച്ച് ബസ്സിൽ പോകുമ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അന്യഭാഷ പറഞ്ഞ് പിറ്റേ ദിവസമായിട്ട് അന്യഭാഷ നിൽക്കില്ല. 3 ദിവസം രാവും പകലും അന്യഭാഷയെ തന്നെ ഞാൻ ആരാധിച്ച് യാത്ര ചെയ്യുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അന്യഭാഷയിലാണ്. അതിപ്പം ഈ അത്യന്ത ശക്തിയുടെ മഹത്വം എന്നാണെന്ന് എന്നെ അനുഭവിപ്പിച്ചു. ഞാനത് പറയാൻ കാരണം, പണ്ട് ഞാൻ പെന്തിക്കോസുകാരുടെ അന്യഭാഷ കളിയാക്കിയപ്പം തമ്പുരാനോട് പറഞ്ഞു, നീ ഒരിടത്തിരുന്നല്ലേ കളിയാക്കി, നിന്നെ ഞാൻ റോഡ് മുഴുവൻ നടത്തിക്കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് അന്യഭാഷ പറയിപ്പിക്കാനിടയായി തീർന്നു. അത് ഒരാത്മാവിൻ്റെ വലിയ പ്രവാഹം ദൈവം എനിക്ക് തന്നു. അപ്പം അങ്ങനെ അന്യഭാഷകളോടെ ആരാധിച്ച് ഇരിക്കുന്ന സമയത്ത് പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒത്തിരി കാര്യങ്ങളിലേക്ക് നടത്തി. പിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാശില്ല, ഡ്രസ്സില്ല, ബുക്ക് മേടിക്കാനില്ല, പേസ്റ്റ് മേടിക്കാനില്ല, ഒന്നിനും പൈസ ഇല്ല. വീട്ടിൽ നിന്ന് ഒരു പൈസ ഇല്ലാതെ ഞാൻ ഇറങ്ങിപ്പോയത്. അവിടെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടു. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പേന എഴുതാനില്ല, ബുക്ക് എഴുതാനില്ല. അപ്പോൾ 1-2 പേര് ഓരോ ബുക്കൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അത് കഴിഞ്ഞപ്പം പേന റീഫില്ലർ ഇല്ലാത്തപ്പോൾ ഞാൻ അവിടെ നിന്ന്, ദൈവമേ എനിക്കൊരു പേന ഇല്ലല്ലോ എന്ന് പറയുമ്പം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ചിലർക്ക് ഈ തെളിയാതെ വരുമ്പോൾ അവർ ദൂരോട്ട് എറിയും ഈ റീഫില്ലർ. അപ്പം ഞാൻ പോയി അത് കൊണ്ട് നോക്കുമ്പം അതിനകത്ത് കുറച്ച് കാണും. അപ്പോൾ ഞാനത് ചൂടാക്കി ഈ അടുപ്പിൻ്റെ ഇടയിൽ കൊണ്ട് ചൂടാക്കിയിട്ട് ആ റീഫില്ലർ പിടിച്ച് എഴുതും. അപ്പോൾ എനിക്ക് ആരോട് ചോദിക്കാൻ മടിയാണ്. പക്ഷേ അങ്ങനെ റീഫില്ലർ കൊണ്ട് എഴുതിയും ഒരു ബുക്കിൽ തന്നെ 3-4 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഈ ബുക്കിൻ്റെ ഒരു സൈഡിൽ എഴുതും, മറ്റേ വിഷയം അങ്ങേ സൈഡിൽ എഴുതും, അടുത്ത സാറ് വരുമ്പോൾ പകുതിക്കൊന്ന് എഴുതും. 1-2 ബുക്കേ ഉള്ളൂ, കാരണം 5-6 വിഷയം പഠിക്കണ്ടേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് എന്തോ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാലേ കൂടെ വാഴാനൊക്കത്തുള്ളൂ, കഷ്ടങ്ങൾ ഒരിക്കലും അപ്പം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എന്തോ ദൈവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ കേൾക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു വാചകമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നുള്ളത്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ചു തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നാണ് പറയുന്നത്. അതിനകത്ത് കഷ്ടതയുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ന് കാണുന്ന സമൂഹത്തിൽ ഉള്ള ഒരു വേറെ തരത്തിലുള്ള ഒരു പഠിപ്പീരികൾ ഉള്ള ഒരു സമൂഹമായി നമ്മുടെ ക്രിസ്ത്യ സമൂഹങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് പാസ്റ്റർ അനുഭവത്തിൽ നിന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, കഷ്ടതകൾക്കകത്ത് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ പാസ്റ്റർ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന കുറേ കഷ്ടങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങളാണ് പിന്നത്തേതിൽ നമ്മളെ ഉത്തേജനത്തിലേക്കും കർത്താവിൻ്റെ വേലയ്ക്കും ശക്തരാക്കി തീർക്കാനായിട്ട് കാരണമായി തീരും. അത് പറയുമ്പം എന്നെ നടത്തിയ ആ ബൈബിൾ സ്കൂളിലെ പഠനം ഞാൻ പിൻകാലത്ത് ഒരു സുവിശേഷകനായപ്പോഴും ഞാനൊരു ബൈബിൾ സ്കൂൾ നടത്താൻ കർത്താവ് എന്നെ സഹായിച്ചു.
എൻ്റെയൊക്കെ സാക്ഷ്യം ഞാൻ പുറകാലെ വരാം. അപ്പം അവരോടെല്ലാം ഞാൻ ഒരു സെൻറ്ററിൻ്റെ ചുമതലയിലേക്ക് വരുവാനും നേതൃത്വത്തിലേക്ക് വരുവാനും ഒക്കെ കാരണമായപ്പം ഞാൻ അനുഭവിച്ചു പോയ കഷ്ടതകളുടെ പ്രയോജനം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ടത് കാരണമായി. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം നമുക്ക് ലഭിച്ച സന്തോഷമാണ്. കാരണം മരണത്തെ ജയിച്ച് ജീവിക്കുന്ന കർത്താവ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇന്നും കഷ്ടമുണ്ടെങ്കിൽ സാരമില്ല, ജയമുണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്. അത് നമ്മളെ പലർക്കും അത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ആ പീഡകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തിനാ ഇതൊക്കെ ദൈവം എന്തിനാ തന്നെന്ന് ചോദിക്കാൻ ശരിക്കും അത് അറിയായ്മ കൊണ്ട് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കിയാൽ ചോദിക്കത്തില്ല. അപ്പം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയും പ്രയാസം നേരിട്ട കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ബുക്കില്ലായിരുന്നു, പേനയില്ലായിരുന്നു, എനിക്കൊരു ഗ്ലാസ് ഇല്ലായിരുന്നു കുടിക്കാൻ, കാപ്പി കുടിക്കാൻ ഗ്ലാസ്സില്ല. ഞാൻ ആ സമയങ്ങളിലൊക്കെ ചിരട്ടയ്ക്കകത്താണ് കാപ്പി കുടിക്കുന്നത്. ചിരട്ടയ്ക്കകത്ത് കാപ്പി കുടിച്ചിട്ട് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ നാളെ രാവിലെ തേങ്ങ പൊട്ടിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം തേങ്ങ തിരുമാവുന്നുണ്ടെങ്കിൽ ഫ്രഷ് ചിരട്ട കിട്ടുമല്ലോ രാവിലെ കട്ടൻ കാപ്പി കുടിക്കാനായിട്ട്. അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നവരെല്ലാം അവരുടെ ഡ്രസ്സും ബാഗും അവർക്കുള്ള പുസ്തകവും ഗ്ലാസും പ്ലേറ്റും എല്ലാം കൊണ്ടുവന്ന് പഠിക്കുന്ന കാലമാണ് അന്നത്തെ കാലം. അന്ന് ഇഷ്ടംപോലെ പിള്ളേരാണ് പഠിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് സെലക്ട് ചെയ്യുന്ന പിള്ളേരെ എടുക്കത്ത് തന്നെയുള്ളൂ, എന്തെങ്കിലും അത്ര സാക്ഷിയൊക്കെ ഉള്ളവരെ എടുക്കത്തുള്ളൂ. ഇന്നിപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ചാപ്പാടും കൊടുക്കും, ബുക്കും കൊടുക്കും, വേണേ ഫീസ് അങ്ങോട്ടും കൊടുക്കും ഒക്കെ ചെയ്യുന്ന കാലം ഇന്ന് പിള്ളേരെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, പിള്ളേർ കൂടുതലാണ്. സുവിശേഷ വേലയ്ക്ക് ഒത്തിരിയും കാരണം എല്ലാ വീട്ടിൽ നിന്നും. ഇന്നിപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിള്ളേരെ സുവിശേഷ വേലയ്ക്ക് വിടാനായിരുന്നു മാതാപിതാക്കൾക്ക് കൂടുതൽ താല്പര്യം. പിന്നെ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ സുവിശേഷ വേല ചെയ്യണം, അപ്പോൾ തന്നെ പിള്ളേർ പഠിക്കണമെന്നും ജോലിക്ക് പോകണമെന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോൾ ആൾ കുറഞ്ഞു. അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട്. പക്ഷേ പീഡകളോ പ്രയാസങ്ങളോ ഒരിക്കലും പരാജയങ്ങളല്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അനുഭവിച്ച മറ്റൊരു കഥ പറഞ്ഞാൽ, എനിക്ക് എൻ്റെ വസ്ത്രമെല്ലാം കീറി, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ വന്നപ്പം ഞാൻ കീറിയ തുണി തുന്നി തയ്ക്കാനായിട്ട് മഞ്ഞനൂല് കൊണ്ടാണ് തയ്ച്ചത്. അത് ഉണ്ടനൂലെന്ന് പറയും, അന്ന് ഈ പണ്ടൊക്കെ കളർ ഇളകുന്ന നൂലാണ്. അത് തയ്ച്ച് ഞാൻ വെയിലത്തിട്ട് നീലം മുക്കി വെയിലത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഭൂപടം പോലെ മുണ്ടയിലെല്ലാം ആയി. മുണ്ടയിലെല്ലാം ഒരു ഭൂപടം പോലെ ആയപ്പം ബൈബിൾ സ്കൂളിലെ പിള്ളേരെ കളിയാക്കി പറഞ്ഞു, ഇംഗ്ലണ്ടും അമേരിക്കയും ഓസ്ട്രേലിയയൊക്കെ കാണാണ്ടായാലും അങ്ങോട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഇവർ കളിയാക്കിയ രാജ്യത്തെല്ലാം എന്നെ അയക്കണം, കീറിയവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ദൈവം എന്നെ സഹായിക്കണം. നമ്മുടെ ജീവിതത്തിനകത്തൊരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ നിരാശപ്പെടാതെ നമ്മൾ പ്രത്യാശിക്കണം. ഒരു പുതിയ വഴി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും, ഇതിനുള്ള ഒരു പരിഹാരം ദൈവം തരും എന്ന് നമ്മൾ ഒരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത്. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ സാക്ഷിയോടെ ഞാൻ പറയുകയാണ്, കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് ഇംഗ്ലണ്ടിലും പോകാൻ കർത്താവ് ഇടയാക്കി, അമേരിക്കയിലും പോകാൻ ഇടയാക്കി. 40 കൊല്ലത്തിന് ശേഷം ഈ 2024 ഓസ്ട്രേലിയയിൽ പോകാനും കർത്താവ് ഇടയാക്കി. അപ്പം 2011 ഇംഗ്ലണ്ടിൽ പോകുന്നത്, 2017 അമേരിക്കയ്ക്ക് പോകുന്നത്, 2024 ഓസ്ട്രേലിയയിൽ പോകാനും കർത്താവ് ഇടയാക്കി. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ എനിക്കിങ്ങനെ വന്നു, ആരും എൻ്റെ കൂടെ ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. കർത്താവ് എന്നാ പറഞ്ഞത്? എന്നോട് പറഞ്ഞ കർത്താവ് എപ്പോഴും പറയുന്നത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ കാണും. അതിൻ്റെ കാരണം എൻ്റെ പപ്പ എന്നോട് ഇറങ്ങിപ്പോടാന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടൊരു ശബ്ദമാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ കാണും. ഈ ദൈവശബ്ദം കേട്ടവർക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. ശൗലിനെ പൗലോസ് ദൈവം വിളിക്കുമ്പം ഞാനാകുന്നു നിന്നെ വിളിക്കുന്നു പറയുന്നു. നീ ആരാകുന്നു കർത്താവ്? നീ ഉദ്ധരിക്കുന്ന നസറേയനായ യേശുവാണ്. അപ്പോൾ ആ ശബ്ദം എപ്പോഴും പൗലോസിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പീഡകളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും പുള്ളിക്കതൊരു പ്രശ്നമല്ല. പുള്ളി പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇവയ്ക്കൊന്നും എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല, ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇറങ്ങിയത് എന്താണെന്നുള്ള ബോധ്യമാണ്. ഞാൻ പള്ളി വിട്ട് പെന്തിക്കോസിൻ്റെ അനുഭവത്തിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ബോധ്യമുണ്ട്, വചനം അനുസരിക്കുന്നവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ. വചനാനുസരണം ജീവിച്ചാലേ നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടല്ലേ. ഇപ്പം ബൈബിളിൽ പറയുന്നില്ലേ, ഞാൻ പണിത അടിസ്ഥാനത്തിൻ്റെ മേൽ നിങ്ങൾ പൊന്ന് വെള്ളി വൈക്കോല് തടി എന്നുകൊണ്ട് പണിയുന്നു. അത് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകും, എന്നാൽ പൊന്നുപോലെ പുറത്തു വന്നെങ്കിലേ പ്രതിഫലം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ശത്രുവുണ്ട്. ശത്രു പല പരീക്ഷകൾ നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. പക്ഷേ പരീക്ഷകളിൽ തോക്കാതിരിക്കണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ വേണം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വേണം. അപ്പം അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രോഗമായി.
എനിക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ഓഫീസിൽ പോയി ഇങ്ങനെ സംസാരിച്ചു. എനിക്കിങ്ങനെ അസുഖമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇച്ചിരി പൈസ തന്നു. അതിനുശേഷം ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പം അവർ ഈ പീനിസം എന്ന് പറയും, ഈ തലയ്ക്കകത്ത് ഭയങ്കരമായിട്ട് തലവേദന എടുത്തിട്ട് മൂക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരും, അങ്ങനെ ഒരു പ്രയാസമാണ്. പക്ഷെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഞാൻ അസ്വസ്ഥപ്പെട്ടു. പക്ഷേ ഈ പൈസയും തീർന്ന ആശുപത്രിയിൽ മരുന്നും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് പൈസയ്ക്ക് എനിക്ക് പോകാനൊരു മടി, അങ്ങനൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അങ്ങനെ സങ്കടത്തോടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സങ്കടത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവിടെ ഒരു മറിയാമ്മേൻ്റെ കൂടെ ഒരു മദാമ്മ വന്നു അവിടെ. അപ്പോൾ പുള്ളിക്കാരത്ത് ഞങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ 16 പേരുണ്ട്. എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കുന്നവരെല്ലാം ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു. കാരണം എനിക്ക് കാശില്ല ആശുപത്രിയിൽ പോകാനായിട്ട്, വേറെ മാർഗവും ഇല്ല. കർത്താവേ, നീ എനിക്ക് സൗഖ്യം തന്നാലേ പറ്റത്തുള്ളല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്ന് കണ്ണു തുറന്ന് നോക്കുമ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു, ദൈവമേ, ബൈബിൾ സ്കൂളാണല്ലോ, എന്നെ ലജ്ജിപ്പിക്കല്ലേ കർത്താവേ, നീ സൗഖ്യം തരണേ എന്ന് പറഞ്ഞു. ഇത് രാവിലെ ഒരു 11 മണി സമയത്താണ്. ഒരു 3 മണി ആയപ്പം അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു സൗഖ്യമായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൗഖ്യമായെന്ന് പറഞ്ഞു. പക്ഷേ 3 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് തലവേദന തുടങ്ങി, മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ബൈബിൾ സ്കൂളിലെ അനുഭവങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. അവരവിടെ ചോദിച്ചു, ഓ ഭയങ്കര സൗഖ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സൗഖ്യമായി, ഇത് തലയ്ക്കകത്ത് കിടന്ന ബ്ലഡിന് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കളിയാക്കി. പിന്നീട് ഒരു രാത്രി കിടക്കാൻ നേരത്തും ഇച്ചിരി ബ്ലഡ് വന്നപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോൾ സുഖമായല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുച്ഛമായിട്ട് സുഖമായി, തലയ്ക്കകത്ത് കിടന്ന ബ്ലഡ് കംപ്ലീറ്റ് പോകുന്നതാണ്, നേരമെടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞു. വിശ്വാസത്താൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, 1982 ആ സൗഖ്യമായതിനു ശേഷം ഇത്രയും കൊല്ലത്തിനിടയിൽ ഇന്ന് വരെയും എനിക്കൊരു തലവേദന വന്നിട്ട് ഒരു വിക്സോ അല്ലെ ഒരു ടൈഗർ ഫാമോ ഞാൻ എൻ്റെ നെറ്റി പുരട്ടിയിട്ടില്ല. അത്രത്തോളം ആ രോഗസൗഖ്യം ദൈവം അന്നും ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കർത്താവ് ഇടയാക്കുന്നു. 2-3 ദിവസം ഉറക്കളിച്ച് നടന്നാൽ പോലും തലവേദന വരത്തില്ല. ജലദോഷമോ പനിയോ ഒക്കെ വന്നാൽ പോലും തലവേദന കാണത്തില്ല. കാരണം അത്ര സൗഖ്യം ദൈവം തന്നു. അതിനുശേഷം എനിക്ക് ചെല്ലാനോ എന്ന് പറയുന്ന സ്ഥലത്ത് വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പോകാനായിട്ട് ഇടയായി തീർന്നു. ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസുകളായ ഞങ്ങളെല്ലാം കൂടെ ചെല്ലാനത്ത് വർക്കിന് പോകാൻ തുടങ്ങി. വർക്കിന് പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ പല പ്രാവശ്യം പോകാനും പ്രവർത്തിക്കാനും കർത്താവ് ഇടയാക്കി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പനി പിടിച്ച ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ടൈഫോയിഡായിരുന്നു, ചെറുപ്പക്കാരനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞവിടെ ഒരു അത്ഭുതം നടക്കുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദൈവവേല ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നതിനെന്നുള്ള ബന്ധത്തിലാണ് അവിടെ പോകാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരന് സൗഖ്യം കിട്ടി. ചെറുപ്പക്കാരന് സൗഖ്യം കിട്ടിയതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു. പക്ഷേ വീട്ടിൽ നമ്മൾ ബൈബിൾ സ്കൂളിൽ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പനി വന്നു. എനിക്ക് പനി വന്നിട്ട് അത് ടൈഫോയിഡായിട്ട് മാറി. 2-3 ആഴ്ചയായിട്ട് തലയിൽ തലമുടി വരെ പൊഴിഞ്ഞ് ആകെപ്പാടെ വലിയ കഷ്ടത്തിലായി. പക്ഷേ സഭായോഗം ഞാൻ മുടക്കിയില്ല. എല്ലാ സഭായോഗത്തിനും ഹോളിൻ്റെ പുറകിൽ പോയിരിക്കും. അപ്പോൾ സഭായോഗത്തിനവിടെ പോയിരിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ഇവൻ എന്താ പനിയും പിടിച്ചുകൂടെ വന്നിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ആണെങ്കിലും ഞാൻ പുറയിലിരിക്കും. കാരണം സഭായോഗം മുടക്കാൻ മേലെന്ന് വിചാരിച്ചു. പക്ഷേ 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് അത്ഭുതകരമായിട്ട് ദൈവദാസന്മാർ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. തമ്പിച്ചായൻ്റെ കൂടെ ആർ എബ്രഹാം ഉണ്ടായിരുന്നു. പിന്നെ കുഴിക്കാലയിൽ അച്ചാൻ എന്ന് പറയുന്നൊരു അച്ചാനൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു ഡൈനാമിറ്റ് പൊട്ടുന്ന പോലെ ടപ്പെന്നൊരു ശബ്ദം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു പകർച്ച ഉണ്ടായി. എൻ്റെ മൊത്തം അസ്ഥികളിൽ കൂടെ അത് വ്യാപരിച്ചു. ഞാൻ കട്ടിലേത് ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു സൗഖ്യമായി എന്ന് പറഞ്ഞു. ഈ കുരുടൻ കാഴ്ച പ്രാപിച്ചപ്പോൾ തുള്ളിച്ചാടി. അപ്പോൾ അവരെല്ലാം കൂടെ എന്നെ പിടിച്ച് കാണാൻ മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഉറക്കത്തിൽ എഴുന്നേറ്റ് ഓടിപ്പോയായിരുന്നു. ഈ അബോധാവസ്ഥ പോലെ വന്നിട്ട് ഇവർ വിചാരിച്ച് ഇതുപോലെ എന്ത് സംഭവിച്ചാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ പിടിക്കല്ല, എൻ്റെ എല്ലാം ഒടിഞ്ഞു പോകും, നിങ്ങളെന്നെ അങ്ങ് വിട്ടേച്ചാൽ മതി, എനിക്ക് സൗഖ്യമായെന്ന് പറഞ്ഞു. അപ്പം തമ്പിച്ചാൻ ചോദിച്ചു ശരിക്കും സൗഖ്യമായടാ? കാരണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തമ്പിച്ചാൻ സൗഖ്യമായി, എൻ്റെ ശരീരത്തെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇപ്പോൾ സൗഖ്യമായെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി. അതെന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. കാരണം രോഗസൗഖ്യം തരുന്ന ഒരു കർത്താവ് ഉണ്ട്. തലവേദന മാത്രമല്ല ടൈഫോയിഡും മാറ്റുന്നത്. പക്ഷേ സഭായോഗം മുടക്കാൻ ഇടയാകാതെ വണ്ണം എല്ലാ ആഴ്ചയിലും സഭായത്തിന് പോകുമായിരുന്നു. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പം എന്നോട് കർത്താവ് പറയും, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്നോട് പറയും ഒരു വാഴ പെട്ടെന്ന് കൊല വരും,
അത് കൊല വെട്ടി അത് പോവും. പക്ഷേ ഒരു തെങ്ങ് അവിടെ നിന്നാൽ 5-6 കൊല്ലം കൊണ്ട് അത് കലം പായിക്കത്ത് വരത്തുള്ളൂ. പണ്ട് കാലത്തെ നാടൻ തെങ്ങ് അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ദീർഘകാലം അതിൻ്റെ ഫലം കാണും. കാരണം എത്ര കൊത്തത്തെങ്ങ് പോലായാലും മണ്ടേ 2 തെങ്ങായാലും കാണും എന്ന് ദൈവം എന്നോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളം പറയുകയാണ്, ഈ ആദ്യത്തെ കഷ്ടതകളെല്ലാം മാറും, നിശ്ചയമായും നല്ലൊരു അനുഭവം ദൈവം നമുക്ക് തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിർബന്ധമായിട്ടും ചങ്ങനാശ്ശേരി സഭായോഗം പാസ്റ്റർ അന്ന് TM കുരുളയാണ് സഭായോഗം നന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഞായറാഴ്ച സാക്ഷ്യം പറയണമെങ്കിൽ എന്തെങ്കിലും അനുഭവം ഉള്ളവർക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. കാരണം 100-300 പേരുണ്ട്, എല്ലാവരും കൂടെ സാക്ഷ്യം പറയാൻ സമയം കിട്ടുകയില്ല. അപ്പോൾ അനുഭവമുള്ളവർ. അപ്പോൾ ഞാനെന്ത് എടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം ഞായറാഴ്ച സാക്ഷ്യം പറയണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ശനിയാഴ്ച ഞാൻ പോയി ട്രാക്റ്റ് കൊടുക്കാനായിട്ട് പോകും. അത് അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ, ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും ചങ്ങനാശ്ശേരിയിലെ ബോട്ടിയെട്ടിയിലും എല്ലാം കൊണ്ടുവന്ന് ഒരാഴ്ച ട്രാക്റ്റ് കൊടുക്കും. പിറ്റേ ആഴ്ച എന്നെ എടുക്കുമെന്ന് വെച്ചാൽ സാക്ഷ്യം പറയും. പിറ്റേ ആഴ്ച വരുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ശനിയാഴ്ചകളിൽ പരസ്യവും നടത്താനായിട്ട് പോകും. അപ്പോൾ ഒറ്റയ്ക്ക് പോയി പരസ്യവും നടത്തുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. പരസ്യവും നടത്തുന്ന സമയത്ത് നമ്മൾ വല്ലതും തെറ്റു വല്ലതും പറഞ്ഞാൽ കൂടെയുള്ള ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസൊക്കെ വന്ന് കളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒറ്റയ്ക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് ഞായറാഴ്ച സാക്ഷ്യം പറയണമുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ പരസ്യത്തിന് ഞാൻ തന്നെ പോയി ഗ്രാമങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിന്ന് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. അത് സാക്ഷ്യം പറയും. പിന്നത്തെ ആഴ്ച വരുമ്പോഴത്തേക്ക് ഞാൻ ഒരാഴ്ച ചിലപ്പം ഒരു നേരം ഉപസിക്കും, ആരോടും പറയത്തില്ല. എന്നിട്ട് ഞാൻ പറയും കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു നേരം ഉപസിക്കാൻ കർത്താവ് ഇടയാക്കി, അല്ലേ രാത്രിയിൽ 2 മണിക്ക് വല്ല എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഒരാഴ്ചയിൽ ക്രമീകരിച്ചിട്ട് ഞാൻ സാക്ഷ്യം പറയുമായിരുന്നു. പക്ഷെ അതെനിക്കൊരു വലിയ വിജയമായിരുന്നു. കാരണം ഞാൻ പറയുന്നത് അന്നത്തെ ആ ചർച്ചിലെ പാസ്റ്ററുടെ തീരുമാനമാണ് എന്തെങ്കിലും ഉള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹവും സാക്ഷ്യം പറയണമെന്നുള്ളതുകൊണ്ട് ചെയ്യാൻ തയ്യാറായി. അതല്ല എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വലിയ പ്രയോജനമായി തീരാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തമ്പിച്ചായനെ തൊടുപുഴയിൽ ഒരു ക്രൂസൈഡ് നടത്താനായിട്ട് തീരുമാനിച്ചു. തൊടുപുഴ ക്രൂസൈഡ് നടത്താനായിട്ട് കടന്നു പോകുന്ന സമയത്ത് എന്നെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു വിട്ടത്. അപ്പോൾ അവിടെ ക്രൂസൈഡ് നടത്താൻ പോയി ഞങ്ങൾ നോട്ടീസ് ഒട്ടിക്കലും ആൾപോസ്റ്റും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് എല്ലാവർക്കും ബിരിയാണി മേടിച്ചു കൊടുത്തു. അതിനുശേഷം പൂവമ്പുഴ മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അവർക്കൊരു ഐസ്ക്രീം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും അത്ര മേടിച്ചു തരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം ചില പ്രയാസങ്ങളൊക്കെ നേരിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ കുടുംബത്തിലെ കാശൊന്നും അല്ലല്ലോ ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു കുടുംബത്തിലെ അല്ലെങ്കിലും നമ്മൾ വിശ്വസ്തത പുലർത്തണമെന്നിവിടെയുള്ള കാര്യമുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പിന്നെ അനുഭവിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ മുഴുവൻ ചാണകം കിടക്കുമായിരുന്നു. അപ്പം അതെല്ലാം തൂത്തുവാരിയിട്ട് വേണം, ടർപ്പാളിനിട്ട് വേണം ക്രൂസൈഡ് നടത്താനായിട്ട് ക്രമീകരിക്കപ്പെടണം. അപ്പോൾ ഞാനെന്ന ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരും എന്നേക്കാൾ സീനിയർമാരും പാസ്റ്റർമാരും ഒക്കെ പലരും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാം കൂടെ ഒരു സമരമെന്ന് പറഞ്ഞ പോലെ സഹകരിക്കാതെ മാറിയിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ 2 കക്ഷത്തിലും ചൂടുകൂര് വന്നിട്ട് ഭയങ്കര പ്രയാസത്തോടിരിക്കുന്ന സമയം. എന്നാൽ എൻ്റെ കൂടെ 2-3 സഹോദരന്മാർ കൂടി. ആ സഹോദരന്മാരും ഞങ്ങളെല്ലാം കൂടെ ചാണകമെല്ലാം തൂത്തുവാരി ടർപ്പാളിനൊക്കെ ഇട്ട് കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പം കുറച്ച് ബാലൻസ് പൈസ എൻ്റെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ചിലവാക്കിയതിൻ്റെ ബാലൻസ്. അത് ഞാൻ തമ്പിച്ചാൻ്റെ കൊടുത്തപ്പം തമ്പിച്ചാനോട് പറഞ്ഞു, സാധാരണ ക്രൂസൈഡ് നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ മിച്ചം വരാറില്ല, ഞാൻ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, നിൻ്റെ തന്നിട്ട് നീ അതെല്ലാം ഇത്രയും മിച്ചം കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു 250 രൂപ എന്ന് വെച്ച് പറഞ്ഞു, ഇത് നിൻ്റെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര, കാരണം എനിക്ക് ചെരുപ്പില്ല, എനിക്ക് വേണ്ട പോലെ വസ്ത്രങ്ങളില്ല, അതൊക്കെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സന്ദർഭം. അപ്പോൾ എന്നോട് പറഞ്ഞു ദശാംശം കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദശാംശം എവിടെ കൊടുക്കണമെന്ന് ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനങ്ങോട്ട് വന്ന് കുറച്ച് കാലമേ ആയതുകൊണ്ട് ഞാൻ എന്നായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെളിയനായിട്ടുള്ള ഒരു അമ്മച്ചി, വളരെ കഷ്ടം അനുഭവിക്കുന്ന ഒരു അമ്മച്ചി എനിക്കറിയാം, പാവപ്പെട്ട ഒരു കത്തോലിക്ക അമ്മച്ചിയാണ്. അവർക്ക് കിടക്കാൻ പായോ പുതയ്ക്കാൻ പുതപ്പോ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ ഹൗസ് വിസിറ്റിങ്ങിന് പോയപ്പം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ 25 രൂപ എടുത്ത് ഇതിൻ്റെ ദശാംശം എടുത്ത് ഒരു പായും മേടിച്ചു, പുതപ്പും മേടിച്ച് ഈ അമ്മച്ചിയെ കാണാനായിട്ട് പോയി. അമ്മച്ചിയെ കണ്ട് ദശാംശം ഈ പുതപ്പും പായും എല്ലാം കൊടുത്തേച്ച് സന്തോഷത്തോടെ ചർച്ചയിൽ വന്ന് പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിനിരിക്കുമ്പോൾ വന്ന് LSC അനിയച്ചാൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. നമ്മുടെ LSC അനിയച്ചാൻ അവിടുത്തെ എൻ്റെ LSCയുടെ മാനേജരാണ്. അപ്പോൾ തന്നെ പുള്ളി പ്രസംഗിക്കും, ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ അന്നത്തെ വൈസ് പ്രസിഡൻ്റാണ്. അനിയച്ചാൻ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ദശാംശങ്ങൾ യഹോവയുടെ ആലയത്തിൽ കൊടുക്കണം, മനഃപൂർവ്വദാനങ്ങളും സ്വമേധാദാനങ്ങളും ഒക്കെ വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. എന്തോ പുള്ളി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അയ്യോ എനിക്ക് ആലയത്തിൽ കൊടുക്കാൻ ഒത്തില്ലല്ലോ, ഞാൻ പാവപ്പെട്ടവർക്കാണല്ലോ കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നെങ്കിൽ എൻ്റെ മനസ്സ് പെട്ടെന്ന് പറഞ്ഞു, കൊടുക്കണം, യഹോവയുടെ ആലയത്തിൽ തന്നെ കൊടുക്കണം. അപ്പോൾ കാശ് പോയില്ലേ. അപ്പോൾ കാശ് പോയപ്പം
വേണമെങ്കിൽ പറയാൻ കർത്താവെ അറിയത്തില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി കിട്ടുമ്പോൾ കൊടുത്തോളാം എന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷേ എനിക്കങ്ങനല്ല തോന്നിയത്. എൻ്റെ മനസ്സ് പറഞ്ഞ് കടം വീട്ടണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയോടോ പപ്പായോടോ ചോദിച്ചിട്ട് കൂലിവേല ചെയ്യും, എന്നിട്ട് പൈസ മേടിച്ച് അങ്ങോട്ട് പള്ളിയിൽ കൊടുക്കുമെന്നുള്ളൊരു തീരുമാനം എൻ്റെ മനസ്സിലെടുത്തു. ഞാൻ രാവിലെ തന്നെ ഞങ്ങളുടെ വാർഡനോട് ചോദിച്ചു, എനിക്ക് 2 ദിവസം എൻ്റെ വീട്ടിൽ വീട്ടിൽ വിടാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ രാവിലെ 8 മണിയായപ്പോഴേ ചെന്നിട്ട് പണിക്കാരുടെ കൂടെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്നാടാ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ദിവസം ഇവിടെ പണിയാൻ വന്നതെന്ന് പറഞ്ഞു. പണിക്കാരുടെ കൂട്ടത്തിൽ അന്ന് കച്ചി ഉണങ്ങുന്ന സമയമാണ്, കൊയ്ത്ത് കഴിഞ്ഞ് കച്ചി ഉണങ്ങുന്നു. ഞാൻ അവിടെ കൂടെ കച്ചി ഉണങ്ങാൻ നിന്നു. അങ്ങനെ അന്ന് 4 മണിയായപ്പം തിരിച്ച് ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പിറ്റേ ദിവസം വന്നു. അങ്ങനെ അന്ന് 30 രൂപയാണ് കൂലി വേല ചെയ്തത്. 60 രൂപ കിട്ടി. അതിൽ 30 രൂപ കൊണ്ടുവന്ന് മറ്റേ 5 ഇതിൻ്റെ 5 കൂടെ കൂട്ടി പാസ്റ്റർ കൊടുത്ത് കടം വീട്ടാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, അല്പത്തിൽ വിശ്വസ്തന്മാരെ ദൈവം അധികത്തിൽ വിചാരകരാക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പോൾ യഹോവയുടെ ആലയത്തിൽ ദശാംശവും മനഃപൂർവ്വദാനവും കൊടുക്കാൻ നമ്മൾ സത്യസന്ധതയോടെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായാൽ അത് വലിയ പ്രയോജനമാണ്. അപ്പം സഭായോഗങ്ങൾ മുടക്കാതെയും ദൈവദിന ധ്യാനത്തിലും നമ്മൾ പരസ്യമോ കൺവെൻഷനോ സൗകര്യം കിട്ടുമ്പോൾ ചെയ്യാൻ തയ്യാറായാൽ അത് പിൻകാലത്ത് എനിക്ക് ഒത്തിരി പ്രയോജനപ്പെടുവാനായിട്ട് ബൈബിൾ സ്കൂൾ പഠിത്തം ഒത്തിരി മുഖാന്തരമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ മലബാറിലേക്ക് തമ്പിച്ചാൻ ഒരു കൺവെൻഷന് വേണ്ടി പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാനും തമ്പിച്ചാനും ഞങ്ങളെല്ലാം കൂടെ കാട്ടുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തി. അപ്പോൾ കാട്ടുമുണ്ടയിലെ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ചുള്ളിയോട്ടുകാർ പറഞ്ഞു അവിടെ കൂടെ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചുള്ളിയോട്ട് കൺവെൻഷൻ നടത്താനായിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് ഏപ്രിൽ മാസം ചുള്ളിയോട്ട് കൺവെൻഷൻ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസത്തിലെ നോട്ടീസും കൊണ്ടാണ് ഞാൻ ചുള്ളിയോട്ടിന് കടന്നു പോകുന്നത്. ഞാൻ തന്നെയാണ് ചുള്ളിയോട്ട് കടന്നു പോകുന്നത്. ചുള്ളിയോട്ട് കടന്നു ചെല്ലുമ്പം വാൾ പോസ്റ്റിങ്ങിന് ഒട്ടിച്ച് അവിടെ എല്ലാം നടക്കാനായിട്ട് ഇടയായിരുന്നപ്പം ആ സമയത്ത് അവിടെ മുണ്ടോട്ടയ്ക്കൽ അവറാച്ചൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ്റെ ഒരു CPM പോകുന്നവരാണ്. അവരുടെ ഒരു മോള് വിശ്വാസത്തിൽ മരിച്ചുപോയി. ഒരു വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ആ നാട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായ സന്ദർഭമാണ്. ആ സന്ദർഭം കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ കൺവെൻഷൻ നടത്താനായിട്ട് ചെന്നിരിക്കുന്നത്. അപ്പം നമ്മളവിടെ നോട്ടീസും വാൾ പോസ്റ്റും എല്ലാം ഓരോരുത്തർ തൊട്ടിക്കാൻ പറയും, ഓരോ കള്ളന്മാർ വന്നിട്ടുണ്ട്, കൊണ്ടുപോടാ ഇവിടെ നിന്ന്, വേർക്ക് പോകും, ഒന്നിനെ പ്രാർത്ഥിച്ച് കൊന്നതേ ഉള്ളൂ, പിന്നെ നീയൊക്കെ കയറി വന്നിരിക്കുകയാണോടാ എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്ത്. ഞാൻ രാത്രിയിൽ വീണ്ടും അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഒട്ടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നോട്ടീസ് ഒട്ടിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ഈ കള്ളന്മാരിവിടെ പിന്നെയും വന്നോടാന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഞാനും കുറച്ച് സഹോദരന്മാരൊക്കെ അവിടെ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു, വന്ന കുറച്ച് ആളുകളുണ്ട്. അവരും കൂടെ എല്ലാം കൂടെ പോകുമ്പോൾ വന്നിരിക്കുക ഓരോ പ്രാന്തന്മാർ ഓരോ പദ്ധതിയും കൊണ്ട്. അപ്പം നമ്മളെ അപമാനിച്ച് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലെല്ലാം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ മാവേലിക്കര രാജു എന്ന് പറയുന്ന അദ്ദേഹവും ടീമുമാണ് പാട്ട് പാടുന്നത്. അപ്പോൾ അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം മനമേതെല്ലും കലങ്ങേണ്ട യേശു സകലവും അറിയുന്നു, മണ്ണിൽ വന്ന് പ്രാണനെ തന്നവൻ കരുതിക്കൊള്ളും നിൻവഴികൾ എന്നുള്ള പാട്ട് പാടി. അപ്പം ഒരു സഹോദരൻ അത് കേട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ പാടാമെന്നും ചോദിച്ചു പാടി. ആ പാട്ട് ഒന്നുകൂടെ പാടി. അപ്പോൾ ആ പാട്ട് പാടി അങ്ങനെ ആ പാട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ പോകാൻ തുടങ്ങുന്ന സമയമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ടീം ക്ലോസ് ചെയ്ത് പോകാൻ തുടങ്ങുക. പോകാൻ തുടങ്ങുമ്പം തമ്പിച്ചാൻ പറഞ്ഞു, നമുക്കെല്ലാം കൂടെ പോകാം, ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പം എന്നോട് ആരോ പറയുകയാണ്, നീ ഇവിടെ നിൽക്കേ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്, സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കപ്പെട്ടു. ആ മരണം പൗലോസിൻ്റെ രൂപാന്തരത്തിന് കാരണമായി. വസ്ത്രം പിടിച്ചിരുന്ന ശൗലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നോട് പറയുകയാണ്, ഒരാളുടെ മരണം ഈ ദേശത്തൊരു വേലയ്ക്ക് ആരംഭമാണ്. അതുകൊണ്ട് എന്നോട് ആരോ പറയുക, നീ ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു, തമ്പിച്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന്, ഇപ്പോൾ എനിക്ക് അവധി സമയമാണല്ലോ, കുറച്ച് ദിവസം പ്രവർത്തിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നിനക്ക് താല്പര്യമാണ് അവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ നിൽക്കാനായിട്ട് ഇടയായിത്തീർന്നു.